നമസ്കാരം. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാറുണ്ടോ? ബലഹീനർക്ക് ഒരിക്കലും ക്ഷമയുണ്ടാവില്ല. ക്ഷമ ശക്തരുടെ ലക്ഷണമാണ്. വേദനിപ്പിച്ചവരോടും കളിയാക്കിയവരോടും ഉപദ്രവിച്ചവരോടും തള്ളിപ്പറഞ്ഞവരോടുമൊക്കെ ക്ഷമിച്ചു കൊടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ശക്തനായ വ്യക്തിയാണ്. മറിച്ച് അവരോട് ക്ഷമിച്ചു കൊടുക്കാതെ അവരോട് വെറുപ്പും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾ ബലഹീനമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാകുന്നു. വെറുപ്പ്, വൈരാഗ്യം, കോപം ഇവയൊക്കെ ഇരുട്ടാണ്. ഇരുട്ടിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. സ്വന്തം നിഴൽ പോലും വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരണമെങ്കിൽ തീർച്ചയായും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവണം. ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള അപമാനങ്ങൾ, സങ്കടങ്ങൾ, ശത്രുതകൾ, ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്തു എന്ന ഭീതികൾ, കബളിപ്പിച്ചു എന്ന ചിന്തകൾ, ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടന്ന് നമ്മെ പിടിവാശിയുള്ളവരും ക്ഷിപ്രകോപികളും ആത്മധൈര്യം ഇല്ലാത്തവരും എന്തിന് ശാരീരികമായി പോലും നമ്മെ ദുർബലരാക്കി മാറ്റും. നമ്മളെ വേദനിപ്പിച്ചവർ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തവരുമായിരിക്കാം. മക്കളോട് വ്യത്യാസം കാട്ടുന്ന അച്ഛനമ്മമാർ പോലും ആയിരിക്കാം. ബന്ധുക്കളോ സഹോദരങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, ആരായിരുന്നാലും അവരോടൊക്കെ ക്ഷമിച്ചു എന്ന് സ്വയം തീരുമാനിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുക്കുന്നതിന് അത് സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സന്തോഷം കടന്നു വരും. പ്രത്യേകിച്ച് മറ്റുള്ളവർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ പിടിപ്പിക്കാതെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളെ ദുർബലരായി കാണാതെ ഇരിക്കുക. നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർക്ക് വേണ്ടിയോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയോ നിങ്ങൾ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതം തിരികെ ലഭിക്കും. ക്ഷമയുള്ളവരായിരിക്കാം, ആത്മവിശ്വാസമുള്ളവരായിരിക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.